السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയം നിറഞ്ഞ ഫോക്കസ് PSC പഠിതാക്കളെ, നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനുള്ളത് അവസാനം കഴിഞ്ഞ HST അറബിക് എക്സാമിലെ ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചർ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് അറബിക് ബുക്സ് എന്ന ഏരിയയിൽ നിന്നുണ്ട്. ഈ രണ്ട് ഏരിയയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമുക്ക് ആരംഭിക്കാം. ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിലെ ഇന്ത്യൻ അറബിക് ആൻഡ് ഇമ്പോർട്ടൻ്റ് അറബിക് ബുക്സ് എന്ന ഏരിയയാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, الجزء من كتاب رجال الفكر والدعوة في الإسلام അബുൽ ഹസൻ നദ്വി. അബുൽ ഹസൻ നദ്വിയുടെ റിജാൽ ഫിക്രി വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം, അതിന്റെ രണ്ടാമത്തെ ജുസ് ഒരാളുടെ ജീവിതം പ്രത്യേകം പറയുന്നു. എല്ലാ സെഷനിലും എല്ലാ ഡിസ്കഷനിലും ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ്, നമുക്കറിയാം. എക്സാമിന്റെ തലേന്നും നമ്മൾ ചർച്ച ചെയ്ത ഏരിയയാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ കുറിച്ചാണ് റിജാൽ ഫിക്രി വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം എന്ന അബുൽ ഹസൻ അലി നദ്വിയുടെ ആ കിതാബിന്റെ രണ്ടാമത്തെ ജുസിൽ പറയുന്നത്. ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞതാണ്, ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അബുൽ ഹസൻ നദ്വിയെ ജാമിഉദ് ദിമിഷ്കിൽ 1956 ഉസ്താദൻ സായിറൻ വിസിറ്റിംഗ് പ്രൊഫസറായി ക്ഷണിക്കപ്പെട്ടു. അദ്ദേഹം അത്തജ്ദീദു വൽ മുജദ്ദിദൂന ഫി താരിഖിൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന വിഷയത്തിൽ അദ്ദേഹം ലെക്ചറിംഗ് നടത്തുന്നു. ഈ വിഷയങ്ങൾ പിന്നീട് അദ്ദേഹം റിജാൽ ഫിക്രി വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം, റിജാൽ ഫിക്രി വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം എന്ന ഒരു കിതാബിൽ ഉൾപ്പെടുത്തുന്നു. ഇതിന്റെ ഓരോ ബാബിലൂടെ ഒന്ന് പോകുമ്പോൾ, ഓരോ ജുസിലൂടെ ഒന്ന് പോകുമ്പോൾ നമുക്കറിയാം, റിജാൽ ഫിക്രിന്റെ ഒന്നാമത്തെ ജുസ് അൽ ഹാജത്തു ഇലൽ ഇസ്ലാഹി വത്തജ്ദീദ് വൽ ബഹ്സിൽ ജദീദ്, നവോത്ഥാനത്തിന്റെ ആവശ്യകതയാണ് പറയുന്നത്. ഇസ്ലാമുമായിട്ടുള്ള ആ ഒരു തജ്ദീദ്, ഇസ്ലാഹിന്റെ കണക്ഷൻ, ഇസ്ലാഹിൽ പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഹസൻ ബസരി, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അബുൽ ഹസൻ അശ്ശരി, റസാലി ഇമാം, അബ്ദുൽ ഖാദിർ ജിലാനി, ജലാലുദ്ദീൻ റൂമി, ഇവരെ കുറിച്ചൊക്കെയാണ് ഒന്നാം ജുസിൽ പറഞ്ഞതെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ പറഞ്ഞതാണ്. ഇബ്നു തൈമിയയെ കുറിച്ചാണ് രണ്ടാം ജുസിൽ പറഞ്ഞത്. ഇമാം സർഹന്ദിയെ കുറിച്ചാണ് മൂന്നാം ജുസിൽ പറഞ്ഞത്. അൽ ഇമാം അദ്ദഹ്ലവിയെ കുറിച്ചാണ് നാലാം ജുസിൽ പറയുന്നത്. റിജാൽ ഫിക്ർ എന്ന കിതാബ് 4 ജുസാണ്. ഒന്നാമത്തെ ജുസിൽ പ്രധാനപ്പെട്ട ഒരുപാട് തുടക്ക കാലഘട്ടത്തിലെ മുജദ്ദിദീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തെ ജുസിൽ ഇബ്നു തൈമിയയെ കുറിച്ച്, മൂന്നാം ജുസിൽ ഇമാം സർഹന്ദിയെ കുറിച്ച്, നാലാം ജുസിൽ ഇമാം ദഹ്ലവിയെ കുറിച്ചാണ്. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇതൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്ത് പോയതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് നോക്കാം. തുഹ്ഫത്തുൽ മുജാഹിദിന്റെ 4 ഖിസ്മുകൾ, അതിനെ യഥാർത്ഥ ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞത്. ഇവിടെ തുഹ്ഫത്തുൽ മുജാഹിദിന്റെ ഒന്നാമത്തെ ജുസ് മുൻപ് PSC ചോദിച്ചത് നമ്മൾ കണ്ടതാണല്ലേ. ബാദുൽ അഹ്കാമി, ബാദു അഹ്കാമിൽ ജിഹാദി വസവാബിഹി വതഹ്രീൽ അലൈഹി. രണ്ടാമത്തെ ജുസോ മൂന്നാം സ്റ്റേറ്റ്മെന്റ് ആണ് ബദഉ ളുഹൂറുൽ ഇസ്ലാം ഫി ബിലാദ് മലൈബാർ. ബദഉ ളുഹൂറുൽ ഇസ്ലാമി ഫി ബിലാദ് മലൈബാർ. നാലാമത്തെ ഖിസ്മോ, അടുത്ത ഖിസ്മോ, അത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നിബ്ദാ യസീറ അൻ ആദാതി കുഫാരി മലൈബാറിൽ ഗർബിയ. കാഫിര്യങ്ങളുടെ മലബാറിലെ ചര്യകളെ കുറിച്ചാണ്. ഇനി ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെന്റോ ഇഫ്രഞ്ച് മലബാറിലേക്ക് വന്നതിനെ കുറിച്ചും അവരുടെ ഖബീഹത്തായ പ്രവൃത്തികളെ കുറിച്ചുമാണ്. യെസ്, നമുക്കറിയാം, ആ ഓർഡർ നമുക്കറിയാം. ഒന്നാമത്തതിൽ അഹ്കാമുൽ ജിഹാദ് പറയുന്നുണ്ടെങ്കിൽ രണ്ടാമത്തതിൽ ബദഉ ളുഹൂറുൽ ഇസ്ലാം, മൂന്നാമത്തെ ജുസിൽ മൂന്നാമത്തെ ഖിസ്മിൽ മലബാറിലെ കാഫിര്യങ്ങളുടെ ആദത്തുകളെ കുറിച്ചാണെങ്കിൽ ഏറ്റവും അവസാനത്തെ നാലാമത്തെ ഖിസ്മിൽ ഈ ഫ്രഞ്ച് പറങ്കികൾ, പോർച്ചുഗീസുകാർ മലബാറിലേക്ക് വന്നതിനെ കുറിച്ചും അവരുടെ മോശമായ പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് നമുക്കറിയാം. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രതീക്ഷിക്കപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഓൾഡ് ക്വസ്റ്റ്യൻ ആണ്. മുൻപ് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തല തിരിച്ചിട്ടു. അന്ന് ചോദിച്ചിരുന്നത്
സബഹത്തുൽ മർജാന്റെ ഡാഷ് ബാബിൽ എന്ത് പറയുന്നു? ഇന്ന് സബഹത്തുൽ മർജാന്റെ അസ്റാറുൽ നിസ്വാൻ അത് എത്രാമത്തെ ഫസലാണ്? യെസ്, നമുക്കറിയാം. ബാബുർ റാബിയോ അസ്റാറുൽ നിസ്വാൻ അത് സബഹത്തുൽ മർജാന്റെ എത്രാമത്തെ ബാബിലാണ്? യെസ്, അൽ ഫസ്ലുർ റാബിയ. നമുക്കറിയാം ഗുലാം അലിയുടെ വളരെ പ്രധാനപ്പെട്ട കിതാബാണ് സബഹത്തുൽ മർജാൻ. അതിന്റെ 4 ബാബുകൾ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ്. അസ്റാറുൽ നിസ്വാൻ സബഹത്തുൽ മർജാന്റെ 4ാമത്തെ ഫസലിലാണ് പറയുന്നത്, നമുക്കറിയാം. ഇനി ഇതിന്റെ ആൻസർ എന്താ? അഹമ്മദ് ബിനു സൈനുദ്ദീൻ ബിനു അബ്ദുൽ അസീസ്. ചെറിയൊരു പ്രശ്നമുണ്ട്. ഇബ്നു ഗസാലിയാണ് സൈനുദ്ദീൻ മഖ്ദൂം. പക്ഷെ അത് ചലഞ്ചിലും പരിഗണിക്കാൻ സാധ്യതയില്ലാത്തൊരു തെറ്റാണ്. കാരണം എന്തായാലും അഹമ്മദ് സൈനുദ്ദീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. പിതാവിന്റെ പേര് മാത്രം മാറിയത് കൊണ്ട് അതൊരു പ്രശ്നമാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇവിടെ ചോദിക്കുന്നത് അഹമ്മദ് സൈനുദ്ദീൻ സൈനുദ്ദീൻ മഖ്ദൂം സഗീർ, അദ്ദേഹത്തിന്റെ കിതാബുകളിൽ പെടാത്തത്. നമ്മൾ സൈനുദ്ദീൻ മഖ്ദൂമിന് ഒരുപാട് കിതാബുകളുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞ് പഠിച്ച കിതാബ് ആണിത് ചോദിച്ചിട്ടുള്ളൂ. ഇർഷാദുൽ ഇബാദ്, തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഖുറത്തുൽ ഐൻ, ഇത് 3ഉം സൈനുദ്ദീൻ മഖ്ദൂം സഗീറിന്റെ കിതാബാണ്. തഹ്രീദുൽ അഹ്ലിൽ ഈമാൻ ഇതാരുടെ കിതാബാണ്? യെസ്, സൈനുദ്ദീൻ മഖ്ദൂം കബീറിന്റെ. പോർച്ചുഗീസുകാർക്കെതിരെ സൈനുദ്ദീൻ മഖ്ദൂം കബീർ എഴുതിയ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് തഹ്രീദുൽ അഹ്ലിൽ ഈമാൻ. ഇർഷാദുൽ ഇബാദും തുഹ്ഫത്തുൽ മുജാഹിദീനും ഖുറത്തുൽ ഐനും ഇതൊക്കെ സൈനുദ്ദീൻ മഖ്ദൂം സഗീറിന്റെതാണ്. നിങ്ങൾ നോട്ട് ഒന്നുകൂടി നന്നായി വായിക്കാം. അതിൽ പറഞ്ഞ കിതാബുകൾ പെട്ടതാണ്. എന്നാൽ ഇതിന്റെ ആൻസർ എന്താ? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ദിജാലുൽ ഫിക്രി വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം. എന്താണ് ക്വസ്റ്റ്യൻ? മഹുൽ കിതാബ്, ഒരു കിതാബ് ഏതാണ്? അല്ലദീ ലൈസ മിൻ സിൽസിലത്തി തഅരീഫുൽ കുതുബിൽ മദ്രസിയ്യ ബിൽ അറബിയ്യ, അറബിക് മദ്രസകൾ പഠിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട കിതാബിന്റെ ഒരു സിൽസില അബുൽ ഹസൻ നദ്വി എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പെടാത്തത് അത് റിജാലുൽ ഫിക്രി വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം. ഇവിടെ ഈ റിജാലുൽ ഫിക്ർ ഒരു താരീഖിന്റെ കിതാബാണ്, ഒരു തർജമയുടെ കിതാബാണ്. യതനാവലു സിയർ വഅമാൽ അശ്ശഖ്സിയാത്ത് അൽ മുജദ്ദിദ ഫി താരീഖുൽ ഇസ്ലാം. താരീഖുൽ ഇസ്ലാമിൽ ഒരുപാട് നവോത്ഥാനങ്ങൾ നടത്തിയ വ്യക്തികളെ കുറിച്ച് അവരുടെ ബയോഗ്രഫിയാണ് റിജാലുൽ ഫിക്രിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഇമാം ഗസാലി, ഇബ്നു തൈമിയ, അങ്ങനെ പല ആളുകളെ കുറിച്ചും. അബുൽ ഹസൻ നദ്വി ഇസ്ലാഹ് തജ്ദീദ് ആ ഒരു വിഷയത്തിലാണ് ഈ കിതാബ് എഴുതുന്നത്. അതൊരു മദ്രസിയ കിതാബല്ല, ഒരു ലുഗത്ത് പഠിക്കാൻ വേണ്ടിയുള്ള കിതാബല്ല. മറ്റ് കിതാബുകളോ ഖുറാഅത്തുർ റാഷിദ, ഖസ്സുൻ നബിയ്യൻ, മുഖ്തറാത്ത് മിൻ അദബിൽ അറബ്, ഇതൊക്കെ ഒരു സിലബസിൽ ഉൾപ്പെടുത്തപ്പെടാൻ വേണ്ടി, അദബ് പഠിക്കാൻ വേണ്ടി, മദ്രസകളിൽ പഠിപ്പിക്കപ്പെടാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട കിതാബാണ്. നമുക്കറിയാം. ഇതിന്റെ ഒരു ക്രമം നമുക്ക് നോക്കാം. ഖസ്സുൻ നബിയ്യൻ ലത്ഫാൽ അത് വളരെ സഹീലായ കിതാബാണ്. നമുക്ക് അറബി പഠിക്കാൻ തുടങ്ങിയത് മുതൽ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കിതാബാണ്. എനിക്കിപ്പോ ഓർമ്മയുണ്ട്, ഞാനൊരു 12-13 വയസ്സൊക്കെ ആകുമ്പോൾ അതിങ്ങനെ വായിക്കുമ്പോൾ നമുക്കതിലെ കഥ ഇങ്ങനെ മനസ്സിലാവാറുണ്ട്. എന്താണ് പറയുന്നത്, എല്ലാ കലിമത്തിന്റെയും അർത്ഥം മനസ്സിലാവില്ല, പക്ഷെ എന്താണ് പറയുന്നത് മനസ്സിലാവാറുണ്ട്. അൽ ഖിറാഅത്തുർ റാഷിദയോ അത് കുറച്ചും കൂടി ഒരു മീഡിയം ലെവലിലെ സ്റ്റുഡൻസിന് ഉണ്ടാക്കപ്പെട്ടതാണ്. കുറച്ചും കൂടി നമ്മൾ ഡിഗ്രി, PG അല്ലെങ്കിൽ അറബി കോളേജുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, പഠനം തുടങ്ങുന്ന സമയത്ത് നമുക്ക് സൂട്ടബിൾ ആണ്. എന്നാൽ മുഖ്താറാത്ത് മിൻ അദബിൽ അറബ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഡിഗ്രി എഴുതുമ്പോൾ സിലബസ് ഉള്ളതാണ്. കുറച്ചും കൂടി ഉയർന്ന ക്ലാസ്സുകളിലേക്കുള്ളതാണ്. എല്ലാം ഈ 3 കിതാബും ഖസ്സുൻ നബിയ്യൻ, അൽ ഖിറാഅത്തുർ റാഷിദ, മുഖ്താറാത്ത് മിൻ അദബിൽ അറബ്, ഇത് 3ഉം വ്യത്യസ്ത മദ്രസകളിൽ, മദ്രസ മീൻസ് ഓരോ സ്ഥാപനങ്ങളിൽ അദബ് പഠിപ്പിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടതാണെങ്കിൽ ഇതൻ ബൈനമ
تهدف الكتب الثلاثة الأخيرة إلى بناء المهارة اللغوية لدى الطالب. മഹാറത്തുൽ ലുഗവിയ്യ കുട്ടികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 3 കിതാബും രചിക്കപ്പെട്ടതെങ്കിൽ റിജാൽ ഫിൽ ദഅവത്ത് ഫിൽ ഇസ്ലാം അതിന്റെ ലക്ഷ്യം എന്താ? തസ്ഖീഫ് അത്താരിഖ് വൽ ഫിക്രി, ഹിസ്റ്റോറിക്, അതുപോലെ ഹിസ്റ്റോറിക്കും ചിന്താപരവുമായ തസ്ഖീഫ് എഡ്യൂക്കേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് റിജാൽ ഫിക്രി വദഅവത്ത് ഫിൽ ഇസ്ലാം. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? റിജാൽ ഫിക്രി വദഅവത്തി ഫിൽ ഇസ്ലാം. യെസ്, നന്നായി വായിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ക്ലാസ്സിൽ പറയപ്പെട്ട കിതാബുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഖിറാഅത്തുർ റാഷിദ, ഖസ്സുൻ നബിയ്യൻ, മുഖ്താറത്തുൽ അദബുൽ അറബ്, ഇതൊക്കെ ആ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നെ ബ്രാക്കറ്റിൽ കൊടുത്ത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളെ സിലബസിൽ പറഞ്ഞ ബുക്കല്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സിലബസിൽ പറഞ്ഞ ആ 5 ബുക്കില്ലേ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. അതിന് സമയം കണ്ടെത്തണം. ഏറ്റവും ചുരുങ്ങിയത് തുടക്ക ഭാഗങ്ങളിൽ നോക്കി വെക്കണം. ഞാനിങ്ങനെ ദഅവത്തുൽ ഇസ്ലാമിയയുടെ ആ പേജുകൾ ഇങ്ങനെ മറിച്ചു വെക്കുമ്പോൾ 8ാം പേജിൽ തന്നെ നമുക്കിങ്ങനെ കാണാൻ കഴിയും. എന്താണ് പറയുന്നത്? ഇസ്ലാം 3 മാർഗത്തിലൂടെ വന്നത്. ജോഗ്രഫിയായ ഭാഗം നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇസ്ലാം ഇന്ത്യയിലൊക്കെ വ്യാപിക്കാൻ കാരണം 3 വഴികളാണ്. അതിലൊന്ന് ഷവാത്തി ഹിന്ദിൽ അറബിയ അൽ വാഖിയ ഫി ബഹ്റിൽ അറബിയ അല്ലത്തി കാനത് മർകസ ഇർതിയാദി അത്തുജാരി വറുഹലി അൽ അറബി മുൻദു അഖദം അൽ ഉസൂർ ഫി ബിലാദി അൽ ഹിന്ദിയ. സൈലാൻ, ചൈന, അതുപോലെ അക്സ, അഷർക്കിലുള്ള ചില രാജ്യങ്ങൾ, ഇതൊക്കെയാണ്. ഓക്കെ, രണ്ടാമത്തെ മാർഗം ഇസ്ലാം വന്ന രണ്ടാമത്തെ മാർഗം മനാത്തിഖുസ് സിന്ധ്. നമ്മൾ പറഞ്ഞല്ലോ, അലാഷാത്തി അൽ ഹിന്ദി ഷമാലി അൽ ഖർബി, മുഹമ്മദ് ബിൻ ഖാസിം ഒക്കെ ആ വഴിയിലൂടെ വന്നത്. ചിലപ്പോൾ അടുത്ത എക്സാമിന് അങ്ങനെയൊക്കെ ചോദിക്കാം, മുഹമ്മദ് ബിൻ ഖാസിം ഇന്ത്യയുടെ ഏത് ഭാഗത്തിലൂടെ വന്നത്? കമാ മുഹിദ്ദീൻ ആണ് വഴി. അങ്ങനെ 3ാമത്തെ വഴിയും പറയുന്നുണ്ട്, അൽ ഹുദൂദ് ഷമാലി അൽ ഖർബിയ അൽ മുത്താഖ, ഈ അഫ്ഗാനിസ്ഥാൻ വഴിയാണ്. പിന്നെ വാബുൽ മൻ ദഖൽ ഹിന്ദ് ഫാത്തിഹൻ മിൻ ഹാദ തുരീഖ് അൽ ജബലി അൽ വഈ മഹ്മൂദ് അൽ ഗസ്നവി. ഈ വഴിയിലൂടെ ആദ്യമായിട്ട് വന്നത് മഹ്മൂദ് അൽ ഗസ്നവിയാണ്. ചരിത്രത്തിൽ നമുക്ക് അറിയാവുന്നതാണ്. സിയും ബിയും സാമ്യത വരുന്നുണ്ട് അല്ലേ? അതൊരു പോയിന്റ് ആണ്. അപ്പോൾ സി എഴുതിയവർക്കും മാർക്ക് ഉണ്ടാവും, ചാലഞ്ച് കൊടുക്കാവുന്നതാണ്. രണ്ടും ഒരേ സാധനം തിരിച്ചും മറിച്ചിട്ടാണ്. ഇവിടെ ഓർഡർ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് സിയും ആൻസർ കൊടുക്കാം. ചോദ്യം വരുന്നത് ഇസ്ലാം ഷിബുൽ ഖറത്തിൽ ഇന്ത്യയിലേക്ക് പ്രവേശിച്ച മാർഗങ്ങൾ. മുഹിദ്ദീൻ ആലുവൈ അദ്ദേഹത്തിന്റെ ദഅവത്തുൽ ഇസ്ലാമി എന്ന കിതാബിൽ പറഞ്ഞതുപോലെ പറയണം. ആ മാർഗങ്ങൾ, ആ ഓർഡർ ചോദിക്കാത്തത് കൊണ്ട് ഇവിടെ ബിയും സിയും ആൻസർ വരുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കാത്തതാണ് വന്നതെങ്കിൽ ബിയോ സി കൊടുത്ത് ബി ആണ് വന്നതെങ്കിൽ ആൻസർ ബി ആണല്ലോ വന്നത്, അങ്ങനത്തെവർക്ക് ചലഞ്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ദഅവത്തുൽ ഇസ്ലാമി എന്ന കിതാബിന്റെ 8ാമത്തെ പേജിൽ മുഹിദ്ദീൻ അലുവൈ ഇസ്ലാം ഇന്ത്യയിലേക്ക് വന്ന ജോഗ്രഫിയായ 3 മാർഗങ്ങൾ പറയുന്നുണ്ട്. അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹസ്സാനുൽ ഹിന്ദ് എന്ന ലഖബുള്ളതാരാ? ഹസ്സാനുൽ ഹിന്ദ് എന്ന ലഖബുള്ളത്. ഇതൊക്കെ എത്ര പ്രാവശ്യം ചോദിച്ചു അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം ചർച്ച ചെയ്തു അല്ലേ? യെസ്, ഗുലാം അലി ആസദ് അൽ ബൽഗറാമി. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമല്ല, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുഖദ്ദിമ, ഈ ഉസൂൽ ഹദീസ് ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഉസൂൽ ഹദീസിന്റെ മുഖദ്ദിമ എഴുതിയ ഒരു പണ്ഡിതൻ. ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് ആൻസർ ഈസിയായി എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ കറക്റ്റ് ആൻസർ അബ്ദുൽ ഹഖ് ദഹ്ലവി. ഉസൂൽ ഹദീസിന്റെ മുഖദ്ദിമ, ഉസൂൽ ഹദീസിന്റെ പ്രധാനപ്പെട്ട ഒരു മുഖദ്ദിമ അബ്ദുൽ ഹഖ് ദഹ്ലവി എഴുതിയിട്ടുണ്ട്. ഹദീസ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചൊരു വ്യക്തിയാണല്ലോ അബ്ദുൽ ഹഖ് ദഹ്ലവി. ഹിദായത്തുൽ അദ്കിയ ഇലാ തുരീഖിൽ ഔലിയ, ഹിദായത്തുൽ അദ്കിയ ഇലാ തുരീഖിൽ ഔലിയ.
ആരുടെ കിതാബാണ്? ഹിദായത്തുൽ അദ്കിയ നമുക്കൊക്കെ സുപരിചിതമാണ്, നമ്മൾ ഡീറ്റെയിൽ പറയുന്നതാണ്, അദ്ദേഹത്തിന്റെ കിതാബുകളിൽ പറയുന്നതാണ്. അഷേഖ് സൈനുദ്ദീൻ അബൂ യഹ്യ ഇബ്നു അലി, അഷേഖ് സൈനുദ്ദീൻ അബൂ യഹ്യ ഇബ്നു അലി എന്നവരുടേതാണ് ഹിദായത്തുൽ അദ്കിയ. എന്നാൽ സ്വല്ലൽ ഇലാഹു അല ബിനി അബ്ദുല്ലാഹി ഖൽഖിൻ ബിനസ്സിൽ ഇലാഹി ഖൽഖിൻ ബിനസ്സില്ലാഹി കാന അലീമ എന്ന് തുടങ്ങുന്ന വരികൾ ആര് പാടിയതാണ്? ആ കിതാബ് ആര് രചിച്ചതാണ്? സ്വല്ലൽ ഇലാഹു എന്ന കിതാബ് ആര് രചിച്ചതാണ്? ഇവിടെ നമുക്കറിയാം, നമ്മൾ അല്പം പോലും സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഡീറ്റെയിൽ പറയുന്നതാണ്. ഇവിടെ ചോദ്യം സ്വല്ലൽ ഇലാഹു അല ബിനി അബ്ദുല്ലാഹി എന്ന ഈ ഖസീദ ആര് രചിച്ചതാണ്? നമുക്കറിയാം, അൽ ഖാദി ഉമർ. എന്നാൽ ഇന്ത്യൻ അറബിക്കിൽ നിന്നും ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഇനി ഇമ്പോർട്ടന്റ് അറബിക് ബുക്സ് എന്ന ഏരിയയിൽ നിന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മൾ ഓരോ പ്രാവശ്യവും ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഒരു കിതാബാണ് അല്ലേ, ഹാദിഹി ബിലാദുന റുദ്ദുലൈന. ഇത് നമ്മളുടെ ചരക്ക് തന്നെയാണ്, നമ്മളിലേക്ക് തന്നെ മടക്കി കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ചത് ഈ കിതാബ് എഴുതിയ അദ്ദേഹത്തിന്റെ നാട്ടിലെ ചരിത്രമാണ് പറയുന്നതെന്നാണ്. പക്ഷേ ഈ കിതാബിൽ പറയുന്നതൊക്കെ നമ്മളുടെ നാട്ടിലെ ചരിത്രമാണ്. നമ്മളുടെ നാട്ടിലെ ചരിത്രം പറയാൻ നമ്മളെന്നെ ഇവിടെ അല്ലേ, പിന്നെ എന്തിനാണ് അവിടുന്ന് വന്നിട്ട് ഒരാൾ പറഞ്ഞു തരുന്നത്? ദേഷ്യം പിടിച്ച് സാഹിബ് ഉബാദ് പറഞ്ഞത് ഏത് കിതാബിനെ കുറിച്ചാണ്? അൽ ഇഖ്ദുൽ ഫരീദ്. ഇബ്നു അബ്ദുർബയുടെ, സ്പെയിൻകാരനായ ഇബ്നു അബ്ദുർബ എഴുതിയിട്ട് അത് സ്പെയിനെ കുറിച്ചൊന്നും പറയുന്നില്ല, മശ്രിഖിലെ രാജ്യങ്ങളെ കുറിച്ചും അവിടുത്തെ ഷായറുകളെ കുറിച്ചും ആണ് പറയുന്നത്, അവിടുത്തെ ചരിത്രമാണ് പറയുന്നത്. ഇത് നമുക്ക് വേണ്ട, ഇത് നമുക്കറിയാലോ. നമ്മൾ കരുതി നിങ്ങൾ എഴുതിയത് കൊണ്ട് നിങ്ങളുടെ സ്പെയിനിലെ ചരിത്രമാണെന്ന്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് വേണ്ട, സമയമില്ല വായിക്കാൻ, ഓൾറെഡി ഇഷ്ടംപോലെ ഉണ്ട്. യെസ്, ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഇപ്പോഴത്തെ സെഷനിൽ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ലൈവ് സെഷനോട് അവസാനിപ്പിക്കാം. ശുക്രൻ ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.